LD ക്ലർക്ക് 2024 തിരുവനന്തപുരം ജില്ലയുടെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യനുകളൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെയായിരുന്നു. ഫുൾ മാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ തന്നെയായിരുന്നു മാത്സിലെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വരുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് അല്ലേ? അപ്പോൾ 840 ആണ് അവിടുത്തെ പരസ്യവില എന്ന് പറയുന്നത്, അല്ലെ? അടയാളപ്പെടുത്തിയിരിക്കുന്ന വില എന്ന് പറയുന്നത് 840 ആണ്. അവിടെ ഡിസ്കൗണ്ട് എത്രയാണ്? 714 കഴിഞ്ഞ് ബാക്കി 714 രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലെ? അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 840 മൈനസ് 714 ആണ്. 840 മൈനസ് 714 എന്ന് പറയുമ്പോൾ എത്രയാണ്? 126 രൂപയാണ് ഡിസ്കൗണ്ട് അല്ലെ? 840 ആണ് പരസ്യവില, അടയാളപ്പെടുത്തിയിരിക്കുന്ന വില. 714 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കച്ചവടക്കാരിൽ നിന്ന് ആ വാങ്ങുന്ന ആൾക്ക് കുറവ് കിട്ടുന്ന വില എന്ന് പറയുന്നത് 126 രൂപയാണ് അല്ലെ? ആ 126 എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 126/840 ഗുണം 100 ആണ് ചെയ്യേണ്ടത് അല്ലെ? 126 രൂപ ഡിസ്കൗണ്ട് കിട്ടി. 840 രൂപയിൽ 126 രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിന്റെ ശതമാനം എന്ന് പറയുന്നത് 126/840 ഗുണം 100 ആണ്. 0 വെട്ടാം അല്ലെ? 126നെയും 84നെയും നമുക്ക് വേണമെങ്കിൽ 2 കൊണ്ട് വേണേ വെട്ടാം, 7 കൊണ്ട് വേണേ വെട്ടാം അല്ലെ? 6 കൊണ്ട് വെട്ടാം, പല നമ്പറുകൾ കൊണ്ടും വെട്ടാം. നമുക്ക് തൽക്കാലം നമ്മൾ 7 കൊണ്ട് വെട്ടുവാണെങ്കിൽ 84-ൽ 7 എത്ര തവണയാ? 12 തവണയാണ്. 12 ഗുണ 7 ആണ് 84 അല്ലെ? 126നെ 7 കൊണ്ട് വെട്ടിയാൽ 12-ൽ 7 എത്ര തവണയാ? 1 തവണ. ശിഷ്ടം എത്ര വരും? 5 വരും അല്ലെ? 12-ൽ 7 1 തവണ, ശിഷ്ടം 5. 5 6 56 ആയി. 56-ൽ 7 എത്ര തവണയാണ്? 8 തവണയാണ്. ശരിയല്ലേ? ഇനി 18നെയും 12നെയും എത്ര കൊണ്ട് വെട്ടാം നമുക്ക്? രണ്ടും 6ന്റെ ഗുണിതങ്ങളല്ലേ? 6 കൊണ്ട് വെട്ടാം. 18-ൽ 6 എത്ര തവണയാണ്? 3 തവണയാണ്. 12-ൽ 6 എത്ര തവണയാണ്? 2 തവണയാണ് അല്ലെ? 2ഉം 10ഉം കൂടെ വെട്ടിയാൽ 5. പിന്നെ ബാക്കിയുള്ള സംഖ്യകൾ 3 ഗുണ 5 ആണ് അല്ലെ? അപ്പോൾ 3 ഗുണ 5 ഈക്വൽ ടു എത്രയാണ്? 15. അപ്പോൾ എത്രയാണ് ആൻസർ? 15% ഡിസ്കൗണ്ട്. ശരിയല്ലേ? അപ്പോൾ 840 രൂപ വിലയുള്ള സാധനം 714 രൂപയ്ക്ക് കിട്ടുമ്പോൾ അവിടെ കുറവ് കിട്ടിയത്, ഡിസ്കൗണ്ട് കിട്ടിയത് 126 രൂപയാണ്. ആ 126 എന്ന് പറയുന്നത് 840ന്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം അല്ലെ? അപ്പോൾ 126/840 ഗുണം 100 ചെയ്താൽ മതി. എത്ര കിട്ടിയ ആൻസർ? 15%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ എത്ര അല്ലെ? സിമ്പിളായിട്ട് സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. 11 സംഖ്യകളുടെ ശരാശരി 66. ഒരു സംഖ്യ കൂടി ചേർക്കുമ്പോൾ ശരാശരി 72 ആകുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ ചേർത്ത സംഖ്യ എത്ര ആണെന്ന ചോദ്യം. അപ്പോൾ ഒന്നുകിൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് അങ്ങ് ചെയ്യാം. 11 ഗുണം 66 അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ശരാശരി 11 സംഖ്യകളുടെ ശരാശരി എത്ര ആണ്? 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ എത്ര സംഖ്യകളാകും? 12 സംഖ്യകളാകും അല്ലെ? അപ്പോൾ 12 സംഖ്യകളായപ്പോൾ ശരാശരി എത്ര എന്നാ പറയുന്നത്? 72 എന്നാ പറയുന്നത് അല്ലെ? അപ്പോൾ ഒന്നുകിൽ 11 ഗുണം 66 ഗുണിച്ചെഴുതാം, 12 ഗുണം 72 ഗുണിച്ചെഴുതാം. എന്നിട്ട് തമ്മിൽ കുറയ്ക്കുമ്പോൾ ചേർത്ത സംഖ്യ ഏതാണെന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ഈ പഴയ ശരാശരി എടുക്കാം. 11 സംഖ്യകളായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശരാശരി എടുക്കാം. എത്രയാണ് പഴയ ശരാശരി? 66 അല്ലേ? ഇനി നമ്മൾ എടുക്കേണ്ടത് പുതിയ എണ്ണമാണ്. എത്രയാണ് പുതിയ എണ്ണം? 12 ആണ് പുതിയ എണ്ണം. 12 ഗുണം ശരാശരിയിലുണ്ടായ വ്യത്യാസം എത്ര? 66 എന്നുള്ളത് 72 ആകുകയല്ലേ ചെയ്തേ? അപ്പോൾ ശരാശരി കൂടിയതല്ലേ? എത്ര കൂടി? 6 കൂടി. ശരിയല്ലേ? അപ്പോൾ 12 ഗുണം 6 എത്രയാണ്? 72. ഈ 66നോട് കൂടി 72 കൂടെ കൂട്ടിയാൽ മതി. എത്ര എന്ന് കിട്ടും? 138 എന്ന് കിട്ടും. അപ്പോൾ എത്ര ആണ്?
പുതിയ സംഖ്യ എന്ന് പറയുന്നത്, ചേർത്ത സംഖ്യ എന്ന് പറയുന്നത് 138 അപ്പൊ ഒന്നുകൂടി പറയാം. 11 സംഖ്യകളുടെ ശരാശരി 66, ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, 11 ഗുണം 66 ചെയ്യാം, എന്നിട്ട് 12 ഗുണം 72 ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, തമ്മിൽ കുറച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതിന് പകരം നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 11 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 66 അല്ലെ, 11ന്റെ ശരാശരി 66. 12ന്റെ ശരാശരി എത്ര എന്നാ പറയുന്നത്, 72. അപ്പോൾ നമ്മൾ പഴയ ശരാശരി എടുക്കുന്നു. പഴയ ശരാശരി എടുത്താൽ 66 പഴയ ശരാശരി. പുതിയ എണ്ണം എടുത്താൽ 12 പുതിയ എണ്ണം അല്ലെ. ശരാശരി എത്ര കൂടി എന്നാ പറയുന്നത്, ശരാശരി 72 എന്നാ പറയുന്നത്. അപ്പോൾ ശരാശരിയിൽ എത്രന്റെ വർധന ഉണ്ടായിട്ടുണ്ട്, 6ന്റെ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 12 ഗുണം 6 72 പഴയ ശരാശരിയോടുകൂടി കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര എന്ന് കിട്ടും, 138 എന്ന് കിട്ടും അല്ലെ. ഇനി ഇതിന്റെ സ്ഥാനത്ത് തിരിച്ചു വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. പുതിയ ശരാശരി എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പുതിയ ശരാശരി 72 എന്നല്ലേ പറഞ്ഞേ, പുതിയ ശരാശരി എടുത്ത് വേണമെങ്കിലും ചെയ്യാം. പുതിയ ശരാശരിയായ 72 നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത്, അവിടെ എണ്ണം എടുക്കേണ്ടത് പഴയ എണ്ണമാണ്. എത്രയാണ് പഴയ എണ്ണം, 11 അല്ലേ. 11 ഗുണം വ്യത്യാസം എത്ര തന്നെ, 6 തന്നെ. 11 ഗുണം 6 എത്രയാണ്, 66. ഇവിടെയും കൂട്ടുമ്പോൾ എത്ര തന്നെ കിട്ടും, 138 തന്നെ കിട്ടും. അപ്പോൾ പഴയ ശരാശരി എടുത്തോ പുതിയ ശരാശരി എടുത്തോ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. പഴയ ശരാശരിയാണ് എടുക്കുന്നതെങ്കിൽ എണ്ണം, പുതിയ എണ്ണം വേണം എടുക്കാൻ, 12 വേണം എടുക്കാൻ, ഗുണം വ്യത്യാസം. പുതിയ ശരാശരി എടുത്താൽ ചെയ്യുന്നതെങ്കിൽ പുതിയ ശരാശരി 72. അപ്പോൾ എണ്ണം പഴയത് വേണം എടുക്കാൻ, പഴയ എണ്ണം 11. 11 ഗുണം 6 66 അല്ലെ. കൂട്ടിയപ്പോൾ എത്ര കിട്ടി, 138 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും അല്ലെ. അപ്പോൾ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്ന ടാങ്ക് 2 പൈപ്പുകൾക്ക് നിറയ്ക്കാൻ എത്ര സമയം വേണമെന്നാണ് ചോദ്യം അല്ലെ. വർക്ക് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റ്യൻ ആണ്, വർക്ക് ആൻഡ് ടൈം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ 3 പൈപ്പുകൾക്ക് 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മൊത്തം മിനിറ്റിലോട്ട് മാറ്റുവാണെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 30 മിനിറ്റ് കൂടെ ചേരുമ്പോൾ 90 മിനിറ്റ് ആകും അല്ലെ. അപ്പോൾ 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്ന ടാങ്ക് 2 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് നിറയ്ക്കുമെന്നുള്ളതാണ് ചോദ്യം. 3 പൈപ്പുകൾക്ക് 90 മിനിറ്റ് വേണ്ടി വരുന്ന ടാങ്ക് 2 പൈപ്പുകൾക്ക് നിറയ്ക്കാൻ എത്ര സമയം വേണം. അപ്പോൾ ഇവിടെ ഇത് വർക്ക് ആൻഡ് ടൈം ആണ്. അതായത് 3 പൈപ്പുകളുടെ 90 മിനിറ്റ് സമയത്തെ ജോലി 2 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് തീർക്കും. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, വർക്ക് ആൻഡ് ടൈം ആണ്. അതായത് പൈപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിറയാൻ എടുക്കുന്ന സമയം കുറയും, പൈപ്പുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് നിറയാൻ എടുക്കുന്ന സമയം കൂടും. അപ്പോൾ ഇവിടെ 3 × 90 എന്നാ ചെയ്യേണ്ടത്, 2 ഗുണം 90 എന്നല്ല ചെയ്യേണ്ടത്. 3 പൈപ്പുകളുടെ 90 മിനിറ്റ് സമയത്തെ ജോലി 2 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം അല്ലെ. 2ഉം 90 വെട്ടിയ 45 ആണ്. 3 ഗുണം 45 എന്ന് പറയുമ്പോൾ 135 മിനിറ്റ് ആണ്. ശരിയല്ലേ. 135 മിനിറ്റ് എന്ന് പറയുമ്പോഴേ 1 മണിക്കൂർ എത്ര മിനിറ്റാ, 60 മിനിറ്റ് അല്ലേ അല്ലെ. 2 മണിക്കൂർ ആകുമ്പോഴോ 120 മിനിറ്റ് അല്ലേ. അപ്പോൾ 135 മിനിറ്റ് എന്ന് പറയുമ്പോ 2 മണിക്കൂറും ബാക്കി 135 120 പോയാൽ 15 മിനിറ്റും അല്ലേ. അപ്പോൾ 2 പൈപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ആ ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറും 15 മിനിറ്റുമാണ്. ഒന്നുകൂടി പറയാം, ഇതാണ് ചോദ്യം. 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ആ ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും. ഇത് വർക്ക് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 പൈപ്പുകളുടെ 1 മണിക്കൂർ 30 മിനിറ്റത്തെ ജോലി 2 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് നിറയുമെന്നാണ് ചോദ്യം അല്ലെ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള സൗകര്യത്തിന് പോയിന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ സമയത്തിൽ പോയിന്റ് വരുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിറ്റിലോട്ട് മാറ്റി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3 പൈപ്പുകളുടെ 1 മണിക്കൂർ 30 മിനിറ്റത്തെ ജോലി, 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ
ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്, പ്ലസ് 30 മിനിറ്റ് 90 മിനിറ്റ് അല്ലെ. 3 പൈപ്പുകളുടെ 90 മിനിറ്റത്തെ ജോലി 2 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് നിറയ്ക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ 3 ഗുണം 3 പേരുടെ 90 മിനിറ്റത്തെ ജോലി 2 പേർക്ക് എത്ര സമയം വേണം? 2ഉം 90 കൂടെ വെട്ടുമ്പോൾ 45 കിട്ടും. 45 ഗുണം 3 135 മിനിറ്റ് ആണ് അല്ലെ. അപ്പോൾ 135 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ്, 2 മണിക്കൂർ എന്ന് പറയുന്നത് 120 മിനിറ്റ്. അപ്പോൾ 120 മിനിറ്റ് പോയിട്ട് ബാക്കി ഇവിടെ ഉള്ളത് 15 മിനിറ്റ് ആണ് അല്ലെ. അപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? 2k+1 ഇൻറ്റു 2⁵ ഈക്വൽ ടു 2�7 അല്ലെ. അങ്ങനെയാണെങ്കിൽ കെയുടെ വില കണ്ടുപിടിക്കണം. അപ്പോൾ 2k+1 ഇൻറ്റു 2⁵ ഈക്വൽ ടു 2�7. a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n എന്നാണ് ഐഡന്റിറ്റി അല്ലെ. അപ്പോൾ 2k+1 ഇൻറ്റു 2⁵ ഈക്വൽ ടു 2�7. അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ a⁻m ഇൻറ്റു a⁻n അപ്ലൈ ചെയ്യുമ്പോൾ 2k+1 + 5 എന്നാവത്തില്ലേ. a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n ആണ്. എമ്മിന്റെ സ്ഥാനത്ത് k+1, എന്നിന്റെ സ്ഥാനത്ത് 5 ഈക്വൽ ടു 2�7 അല്ലെ. അപ്പോൾ 2k+6 ഈക്വൽ ടു 2�7 അല്ലെ. രണ്ടിന്റെയും ബേസ് സെയിം ആയതുകൊണ്ട്, രണ്ടിന്റെയും ബേസ് 2 ആയതുകൊണ്ട് പവർ സെയിം ആയിരിക്കും. അപ്പോൾ k+6 ഈക്വൽ ടു 7 ആണ്. അപ്പോൾ k ഈക്വൽ ടു 7 - 6 എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പോൾ കെയുടെ വില എത്ര എന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n ആണ് അല്ലെ. 2k+1 ഇൻറ്റു 2⁵ a⁻m ഇൻറ്റു a⁻n എന്നുള്ള ഫോമാണ്. അപ്പോൾ a⁻m+n എന്ന് ചെയ്യുമ്പോൾ 2k+1 + 5 എന്ന് ചെയ്യാം. അപ്പോൾ 2k+6 എന്ന് ചെയ്യാം അല്ലെ. ഈക്വൽ ടു 2�7. രണ്ടിന്റെയും ബേസുകൾ സെയിം ആയതുകൊണ്ട് രണ്ടിന്റെയും പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ k+6 ഈക്വൽ ടു 7. അപ്പോൾ k ഈക്വൽ ടു 7 - 6 1. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ നമുക്ക് ഈ വർക്ക് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നുകിൽ ഫോമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഫോമുല ഉപയോഗിക്കുകയാണെങ്കിൽ AB/A-B എന്നുള്ള ഫോമുലയാണ് ഉപയോഗിക്കുന്നത്. AB/A-B എന്നുള്ള ഫോമുല ഉപയോഗിക്കുമ്പോൾ എയുടെ ദിവസങ്ങൾ എയും ബിയുടെ ദിവസങ്ങൾ ബിയും അല്ല ഫോമുലയില്. വലിയ സംഖ്യ നമ്മൾ എ ആയിട്ടും ചെറിയ സംഖ്യ ബി ആയിട്ടുമാണ് എടുക്കുന്നത്. അങ്ങനെയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 20 × 12 / 20 - 12 അല്ലെ. 20 × 12 ഡിവൈഡഡ് ബൈ 20 - 12 8 അല്ലെ. 20നെയും 8നെയും നമുക്ക് 4 കൊണ്ട് വെട്ടാം. 20ൽ 4 എത്ര തവണയാ? 5 തവണയാണ്. 8ൽ 4 എത്ര തവണയാ? 2 തവണയാണ്. 2ഉം 12ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 6 അല്ലെ. 5 × 6 എത്ര എന്ന് കിട്ടി? 30 എന്ന് കിട്ടി. ശരിയല്ലേ? അല്ലാതെ നമുക്ക് LCM വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. എയുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ് അല്ലെ. എയുടെയും ബിയുടെയും കൂടി ദിവസങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് അല്ലെ. 20ന്റെയും 12ന്റെയും LCM കാണുന്നു. 20ന്റെയും 12ന്റെയും LCM എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി 60/20 3 എന്ന് കിട്ടും. ബിയുടെ എഫിഷ്യൻസി എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി 60/12 5 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ ഈ എയുടെ എഫിഷ്യൻസി 3 ആണ്. എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി 5 ആണ്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3ൽ നിന്ന്, രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി ആയ 5ൽ നിന്ന് എയുടെ എഫിഷ്യൻസി ആയ 3 കുറയ്ക്കുന്നതാണ്, അതായത് 2 ആണ് അല്ലെ. അപ്പോൾ ബിക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 60 LCM/60
2 60/2 എത്ര എന്ന് കിട്ടും? 30 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ LCM ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫോർമുല ഉപയോഗിച്ചാൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല AB/A-B എന്നുള്ളതാണ് ഫോർമുല. വലിയ സംഖ്യ എയും ചെറിയ സംഖ്യ ബിയും അല്ല. എന്താണ്, എയുടെ ദിവസങ്ങൾ എയും ബിയുടെ ദിവസങ്ങൾ ബിയും അല്ല. വലിയ സംഖ്യ എ ആയിട്ടും ചെറിയ സംഖ്യയെ ബി ആയിട്ടും എടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 20 × 12/20 - 12 അല്ലെ. 20 × 12/20 - 12. 20 - 12 എത്രയാണ്? 8 ആണ് അല്ലെ. 20നെയും 8നെയും നമുക്ക് 4 കൊണ്ട് വെട്ടാം. 20ൽ 4 5 തവണയാണ്, 8ൽ 4 2 തവണയാണ് അല്ലെ. 2ഉം 12 കൂടെ വെട്ടിയാൽ 6. 5 × 6 എത്ര എന്ന് കിട്ടി? 30 എന്ന് കിട്ടി. ശരിയല്ലേ? അല്ലാതെ നമ്മൾ LC ഉപയോഗിച്ചിട്ട് ചെയ്യാനാണെങ്കിൽ എയുടെ ദിവസങ്ങൾ 20, എയുടെയും ബിയുടെയും കൂടി ദിവസങ്ങൾ 12 അല്ലെ. അപ്പോൾ നമ്മൾ LC ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആകെ വർക്കായിട്ട് എടുക്കുന്നത് 20ന്റെയും 12ന്റെയും LCMനെയാണ്. ആകെ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ 60 ആണ്. അതിൽ നമ്മൾ എയുടെ എഫിഷ്യൻസി കാണും. എയുടെ എഫിഷ്യൻസി 60/20 3 എയുടെ ഒരു ദിവസത്തെ വർക്കിനെയാണ് 3 എന്ന് പറയുന്നത് അല്ലെ. എഫിഷ്യൻസി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കൂടെ ഒരു ദിവസത്തെ വർക്ക് 60/12 5 ശരിയല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോൾ എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി 5, എയുടെ എഫിഷ്യൻസി 3. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 - 3 2 അല്ലെ. അപ്പോൾ ബിക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾ ആകെ വർക്കായ LCMനെ 60നെ എഫിഷ്യൻസി ആയ 2 കൊണ്ട്, ബിയുടെ എഫിഷ്യൻസി ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. 60/2 30 ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 2 5 6 3 1 5 2 1 6 3 3 3 4 4 2 3 4 4 2 4 അല്ലെ. സിമ്പിൾ ആണ്. അപ്പോൾ 2 5 6 3 1 അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 2 + 5 + 6 + 3 + 1 അല്ലെ. കൂട്ടുമ്പോൾ 17 കിട്ടുന്നത്. അടുത്തത് 5 + 2 + 1 + 6 + 3. ആദ്യത്തതിലെ സംഖ്യകൾ തന്നെയാണ്, ഓർഡർ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അവിടെയും തുക 17 തന്നെ കിട്ടും. അടുത്തത് 3 + 3 + 4 + 4 + 2. അതിന്റെ തുക വരുന്നത് 16 ഇവിടെ തുക വരുന്നത് 3 + 4 + 4 + 2 + 4 അല്ലെ. കൂട്ടുമ്പോൾ അവിടെയും എത്രയാ കിട്ടുന്നത്? 17 അപ്പോൾ എയുടെയും ബിയുടെയും ഡിയുടെയും തുക 17ഉം സിയുടെ തുക 16 അപ്പോൾ ഒറ്റയാൻ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? അപ്പോൾ നമ്മൾ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ മാപ്പിലെ രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാ വരയ്ക്കാറ്? മുകൾ ഭാഗം നോർത്തും അല്ലെ, താഴ്ഭാഗം സൗത്തും, നമ്മുടെ വലതുവശം ഈസ്റ്റും, ഇടതുവശം വെസ്റ്റും. ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ മാപ്പിലെ രീതി ഡയറക്ഷൻ വരയ്ക്കുവാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വരയ്ക്കാറ്. അപ്പോൾ രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു അല്ലെ. 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ. വലത്തോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിയുന്നത് അല്ലെ. അപ്പോൾ അങ്ങോട്ട് വടക്കോട്ട് പോകുന്ന രാജു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുമ്പോൾ ഇങ്ങോട്ടാണ് തിരിയുന്നത്. ഇങ്ങോട്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നു? 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നു അല്ലെ. 2 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട്, വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇങ്ങോട്ടാണ് ക്ലോക്കിലെ സൂചി കറങ്ങുന്ന ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് തിരിയേണ്ടത്. എങ്ങോട്ട് തിരിയുന്നു? വലത്തോട്ട് തിരിയുന്നു. 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു അല്ലെ. 1 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? ഈ ദിശയിലാണ് രാജു സഞ്ചരിക്കുന്നത്. ഈ ദിശ എന്ന് പറയുന്നത് ഏത് ദിശയാണ്? തെക്ക് ദിശയിലാണ്. അപ്പോൾ രാജുവിന്റെ യാത്ര തെക്ക് ദിശയിലാണ്. ശരിയല്ലേ? ഒന്നുകൂടി പറയാം നമുക്ക്. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. അപ്പോൾ നമ്മൾ മാപ്പിലെ രീതിയിൽ വരയ്ക്കുമ്പോൾ, മാപ്പിലെ ഡയറക്ഷൻ വരയ്ക്കുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ, വടക്കെന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലോട്ടാണ് വരയ്ക്കുന്നത് അല്ലെ. മുകളിലോട്ട് 8 കിലോമീറ്റർ സഞ്ചരിക്കുന്നു.
അതിനുശേഷം എങ്ങോട്ട് തിരിയുന്നു? വലത്തോട്ട് തിരിയുന്നു. വലത്തോട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ ഇങ്ങോട്ടാണ് തിരിയുന്നത് അല്ലെ? അപ്പോൾ വലത്തോട്ട് തിരിയുന്നു. എത്ര ദൂരം സഞ്ചരിക്കുന്നു? 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ. ഇവിടെ നിൽക്കുന്ന ആള് വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുമ്പോൾ ഇങ്ങോട്ടാണ് തിരിയുന്നത്. ഇങ്ങോട്ട് തിരിയുന്നു, 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണെന്നാണ് ചോദ്യം. അപ്പോൾ രാജു സഞ്ചരിക്കുന്നത് ഈ ദിശയിലാണ്. ഈ ദിശ എന്ന് പറയുന്നത് ഏത് ദിശയാണ്? തെക്ക് ദിശയിലാണ് രാജു സഞ്ചരിക്കുന്നത്. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത്? വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതും. HELLO അല്ലെ? ഹലോ എന്നുള്ളത് എങ്ങനെയാണ് കോഡ് ചെയ്തത്? KHOOR എന്നാണ് അല്ലെ? അപ്പോൾ H കഴിഞ്ഞിട്ട് I ഇല്ല, J ഇല്ല, 2 അക്ഷരം ഒഴിവാക്കിയിട്ട് K ആണ് വന്നത് അല്ലെ? E കഴിഞ്ഞിട്ട് F ഇല്ല, G ഇല്ല, H. L കഴിഞ്ഞിട്ട് M ഇല്ല, N ഇല്ല, O. L കഴിഞ്ഞിട്ട് M ഇല്ല, N ഇല്ല, O. O കഴിഞ്ഞിട്ട് P ഇല്ല, Q ഇല്ല, R. ശരിയല്ലേ? 2 അക്ഷരങ്ങൾ വീതം വിട്ടാണ് വന്നിട്ടുള്ളത്. ആ രീതിയിലാണെങ്കിൽ നമുക്ക് വേൾഡിനെ ഒന്ന് കോഡ് ചെയ്ത് നോക്കിയാൽ W കഴിഞ്ഞിട്ട് ഏതൊക്കെ ഇല്ല? X ഇല്ല, Y ഇല്ല, Z അല്ലെ? കൂടുതൽ സമയം നമുക്കിനി സ്പെൻഡ് ചെയ്യണമെന്നില്ല. Z ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ആയിരിക്കും ആൻസർ. വേണമെങ്കിൽ ബാക്കിയുള്ള കൂടെ ചെയ്ത് നോക്കാം. O കഴിഞ്ഞിട്ട് P ഇല്ല, Q ഇല്ല, R അല്ലെ? R കഴിഞ്ഞിട്ട് S ഇല്ല, T ഇല്ല, U. L കഴിഞ്ഞിട്ട് M ഇല്ല, N ഇല്ല, O. D കഴിഞ്ഞ് 2 അക്ഷരം ഒഴിവാക്കി എഴുതുമ്പോൾ E ഇല്ല, F ഇല്ല, G അല്ലെ? അപ്പോൾ ഏതാണ് ആൻസർ? ZRUOG ആണ്. ഓപ്ഷൻ D ആണ് ആൻസർ. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? അതും എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സംഖ്യകൾ ഇതാണ്. 4 ആണ് ആദ്യത്തത് അല്ലെ? 4ന്റെ കൂടെ 3 കൂട്ടുന്ന 7 ആണ് അടുത്തത് അല്ലെ? അതിന്റെ കൂടെ 5 കൂട്ടുന്ന 12 ആണ് അടുത്തത്. ഇനി അതിന്റെ കൂടെ 7 കൂട്ടുന്ന 19 ആയിരിക്കും അടുത്ത സംഖ്യ അല്ലെ? അപ്പോൾ ആ ചോദ്യത്തിന്റെ ആൻസർ എത്ര ആണ്? 19 ആണ്. ഓപ്ഷൻ എ തന്നെയാണ്. 19 തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ A പ്ലസ് എന്ന ചിഹ്നത്തെയും B മൈനസ് എന്ന ചിഹ്നത്തെയും C ഡിവിഷൻ എന്ന ചിഹ്നത്തെയും D ഗുണനം എന്ന ചിഹ്നത്തിനെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 18A 12C 6D 2B 5 എത്ര സൂചിപ്പിക്കുന്നു അല്ലെ? അപ്പോൾ 18A ഏതിനെയാ സൂചിപ്പിക്കുന്ന? പ്ലസിനെ അല്ലേ? 12C അല്ലെ? C ഏതിനെയാ സൂചിപ്പിക്കുന്നത്? ഡിവിഷനെയാണ് C. പിന്നെ 6D ഏതിനെയാ സൂചിപ്പിക്കുന്നത്? ഗുണനത്തിനെയാണ് ഇൻറ്റു 2B ഏതിനെയാ സൂചിപ്പിക്കുന്നത്? മൈനസിനെയാണ് അല്ലെ? ന്യൂനമാണ്, കുറയ്ക്കുന്നതിനെയാണ് 5. ശരിയല്ലേ? ഇനി നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ ആദ്യം ഇതല്ലേ ചെയ്യേണ്ട? ആദ്യം ഡിവിഷൻ അല്ലേ ചെയ്യണ്ടേ? അപ്പോൾ 18 പ്ലസ് 12 ഭാഗം 6 എത്രയാണ്? 2 അല്ലെ? ഇൻറ്റു 2 മൈനസ് 5. ശരിയല്ലേ? അപ്പോൾ 18 പ്ലസ് 4 മൈനസ് 5. ആദ്യം ഇനി മൾട്ടിപ്ലിക്കേഷനാ ചെയ്യേണ്ടത്. 18 4 22, 22 മൈനസ് 5 17 അല്ലെ? അപ്പോൾ എത്രയാണ് ആൻസർ? 17 ആണ് ആൻസർ. അപ്പോൾ പൊതുവെ മാത്സിന്റെ ചോദ്യങ്ങളെല്ലാം കുഴപ്പമില്ലാത്ത എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യനുകളായിരുന്നു.